ഫുട്ബോൾ ലോകം നാളെ പുലർച്ചെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം ഒരു മത്സരത്തിനല്ല, മറിച്ച് പച്ചപ്പുൽ മൈതാനത്തെ രണ്ട് ഇതിഹാസങ്ങളുടെ ആയുസ്സിന്റെ പോരാട്ടത്തിനാണ്. ഒരു വശത്ത് ലോക ഫുട്ബോളിലെ സർവ്വ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ഗോൾവേട്ടക്കാരൻ പറങ്കിപ്പടയുടെ പടത്തലവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ, മറുവശത്ത് പ്രായത്തെ തോൽപ്പിക്കുന്ന മാന്ത്രിക നീക്കങ്ങളുമായി മിഡ്ഫീൽഡ് ഭരിക്കുന്ന ക്രൊയേഷ്യൻ താരം ലൂക്ക മോഡ്രിച്ച്. പക്ഷേ ഈ ആവേശത്തിനപ്പുറം ഫുട്ബോൾ പ്രേമികൾ നെഞ്ചു തകർക്കുന്ന ഒരു നിരാശയുണ്ട് ഈ പോരാട്ടത്തിന്. കാരണം നാളെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഒരൊറ്റ ടീമേ ജയിക്കൂ. തോൽക്കുന്ന ടീമിലെ ആ ഇതിഹാസത്തിന്റെ അന്താരാഷ്ട്ര കരിയറിന് അതോടെ അന്ത്യമാകും. പോർച്ചുഗൽ തോറ്റാൽ CR7 കണ്ണീരോടെയുള്ള പടിയിറക്കം, ക്രൊയേഷ്യയാണ് തോൽക്കുന്നതെങ്കിൽ മാലാക്കന്മാരുടെ കളിത്തമ്പുരാൻ ലൂക്ക മോഡ്രിച്ചിന്റെ വിടവാങ്ങൽ. ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിന്റെ ആവേശത്തിനപ്പുറം കോടിക്കണക്കിന് ആരാധകരുടെ കണ്ണീരും പ്രതീക്ഷയും കലർന്ന ആ മഹായുദ്ധത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണ്. എന്നാൽ കണക്കുകളിൽ പോർച്ചുഗലിന് മുൻതൂക്കമുണ്ടെന്ന് വ്യക്തം. പോർച്ചുഗലും ക്രൊയേഷ്യയും 10 തവണയാണ് നേർക്കുനേർ ഏറ്റുമുട്ടിയത്. ഇതിൽ 7 തവണയും ജയം പറങ്കിപ്പടക്കൊപ്പമായിരുന്നു. ഒരു തവണയാണ് ക്രൊയേഷ്യയ്ക്ക് ജയിക്കാനായത്. 2 മത്സരം സമനിലയിലും കലാശിച്ചു. പോർച്ചുഗൽ 19 ഗോളുകൾ ക്രൊയേഷ്യൻ വലയിലെത്തിച്ചപ്പോൾ 8 ഗോളുകളാണ് ക്രൊയേഷ്യയ്ക്ക് നേടാനായത്. ഏറ്റവും ഒടുവിലായി 2024 നവംബർ 18 നടന്ന UEFA നാഷണൽ ലീഗിലാണ് ഇരു ടീമും നേർക്കുനേരെത്തിയത്. അന്ന് ഈ മത്സരം 1-1 സമനിലയിലാണ് കലാശിച്ചത്. ഇത്തവണ മത്സരഫലം എന്താവുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും പരസ്പരം നന്നായി അറിയാവുന്ന താരങ്ങളാണ്. റയൽ മാഡ്രിഡിനായി ഏറെ നാൾ ഇരു താരങ്ങളും ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കരുത്തും ദൗർബല്യവും പരസ്പരം അറിയാം. റൊണാൾഡോയ്ക്ക് ഫോമിലേക്ക് എത്താൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് റൊണാൾഡോയ്ക്ക് ശോഭിക്കാനായത്. അതുകൊണ്ട് തന്നെ നിർണായക മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിന് രക്ഷകനാകാൻ സാധിക്കുമോ എന്നാണ് കാണേണ്ടത്. എന്നാൽ നോക്കൌട്ട് മത്സരങ്ങളിൽ റൊണാൾഡോയ്ക്ക് ഗോൾ നേടാൻ സാധിച്ചിട്ടില്ലെന്ന ചരിത്രം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ടീം കരുത്ത് നോക്കുമ്പോൾ പോർച്ചുഗലിന് സ്വാഭാവികമായും മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. ബ്രൂണോ ഫെർണാണ്ടസും നെറ്റോയും നെവസും വിറ്റിനിയയും എല്ലാം ഉൾപ്പെടുന്ന പോർച്ചുഗലിന് തകർപ്പൻ ജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ക്രൊയേഷ്യയെ വില കുറച്ച് കാണാനും സാധിക്കില്ല. പെരിസിച്ചും കവാസിച്ചും സൂസിച്ചും നിക്കോളാസ് വ്ലാസിച്ചുമെല്ലാം ഉൾപ്പെടുന്ന ക്രൊയേഷ്യ എതിരാളികൾക്ക് വലിയ ഭീഷണി ഉയർത്താൻ ശേഷിയുള്ളവരാണ്. പോർച്ചുഗൽ തോൽക്കുന്ന സാഹചര്യമുണ്ടായാൽ റൊണാൾഡോയുടെ ഐതിഹാസിക കരിയർ ലോകകപ്പ് കിരീടമില്ലാതെ അവസാനിക്കും. ലോക ഫുട്ബോളിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ താരമാണ് റൊണാൾഡോ. കളിച്ച ലീഗുകളിലെല്ലാം രാജാവായി വാണ UCLന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്റെ കരിയർ പൂർണ്ണമാക്കാൻ ഈ ഒരു ലോകകപ്പ് കിരീടം അത്യാവശ്യമാണ്. മറുവശത്ത് തന്റെ രാജ്യത്തെ ലോകകപ്പ് സ്വപ്നത്തിലേക്ക് നയിക്കാൻ ലൂക്ക മോഡ്രിച്ചും സർവ്വകരുത്തും പുറത്തെടുക്കും. കണക്കുകളിൽ പോർച്ചുഗലിന് മേൽക്കൈയുണ്ടെങ്കിലും നോക്കൌട്ട് പോരാട്ടങ്ങളിൽ ക്രൊയേഷ്യ കാത്തുവെക്കാനുള്ള ആ പ്രവചനാതീതമായ മാന്ത്രികതയെ ആർക്കും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ 90 മിനിറ്റുകളിലേക്കാണ് നാളെ ഈ 2 റയൽ മാഡ്രിഡ് മുൻ സഹതാരങ്ങൾ ബൂട്ടുകെട്ടുന്നത്. ഇതിലാര് ജയിച്ചാലും ഫുട്ബോൾ ലോകത്തിന് അതൊരു വലിയ നഷ്ടം കൂടിയായിരിക്കും. കാരണം നാളെ പുലർച്ചെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഇതിലൊരാളുടെ ലോകകപ്പ് കനവുകൾ പച്ചപ്പുൽ മൈതാനത്ത് പൊലിഞ്ഞു വീഴും. റൊണാൾഡോയുടെ അവസാന ലോകകപ്പ് യാത്ര ഇവിടെ അവസാനിക്കുമോ, അതോ മോഡ്രിച്ചിന്റെ ഇതിഹാസ കരിയറിന് നാളെ തിരശ്ശീല വീഴുമോ? കാത്തിരുന്ന് കാണാം.